ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം അനുമോളും ആര്യനും കൂടെ കിച്ചണിൽ ഭയങ്കരമായ ബഹളം നടക്കുകയാണ്. ആര്യൻ പറയുന്നത് ടാസ്കിനിടയിൽ അനുമോൾ എന്നെ പിടിച്ചു തള്ളി, ഇത് വെറും ഒരു ചീപ്പ് ഗെയിമാണെന്നാണ് ആര്യൻ പറയുന്നത്. അനുമോൾ പറയുന്നത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടെന്ന ആവശ്യമേ ഇല്ല, മനഃപൂർവ്വം എനിക്ക് ആരെയും വേദനിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ലെന്നും പറയുന്നുണ്ട്. മദർ പ്രോമിസ്, നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഗെയിമിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ച പോലും ഇല്ലെന്ന് ആര്യൻ പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ അത് സമ്മതിക്കുന്നില്ല. അനുമോൾ പറയുന്നത് ഞാൻ നിന്നെ തെള്ളിയിട്ടേ ഇല്ല, എനിക്കത് തെള്ളേണ്ട ആവശ്യമേ ഇല്ലെന്ന് അനുമോൾ പറയുന്നു. ആര്യൻ പറയാണ് ഗെയിം നടക്കുന്നതിനിടയിൽ ഞാൻ നിന്നെ ടച്ച് ചെയ്തതും ഇല്ല, നിന്നെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ മദർ പ്രോമിസ് എന്ന് പറയുന്നുണ്ടല്ലോ, നീ എന്താ വിശ്വസിക്കാത്തത് അനു? ആര്യനും അനുമോളും ടാസ്കിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ അടുത്തേക്ക് അപ്പോഴേക്കും നമ്മുടെ നൂറ വരികയാണ്. നൂറ വന്നിട്ട് പറയാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് തള്ളുന്നത് തെറ്റ് തന്നെയാണ്, അറിയാതെ തള്ളുവാണെങ്കിൽ അത് ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോഴേക്കും ആര്യം പറയുന്നുണ്ട് നൂറ വെയിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കാണിച്ചു തരാം അനുമോൾ എങ്ങനെയാണ് എന്നെ തെള്ളിയെന്നുള്ളതിൻ്റെ. എന്നിട്ട് നൂറയോട് പറയുന്നതൊന്ന് തിരിഞ്ഞു നിൽക്കി. അപ്പം നൂറ തിരിഞ്ഞു നിൽക്കുന്നു. നൂറയുടെ പുറത്ത് രണ്ട് കൈ കൊണ്ടും ആര്യം മുമ്പോട്ട് തള്ളിയിട്ട് ഓടുകയാണ്. അതാണ് ആ ഗെയിമിനകത്ത് അനുമോൾ ചെയ്തതെന്നാണ് ആര്യം പറയുന്നത്. അപ്പോൾ അനുമോൾ പറയാണ് ഇങ്ങനെ നീ ചെയ്തിട്ടില്ലെന്ന് നീ കള്ളം പറയുന്ന, ഞാനങ്ങനെ ചെയ്തെന്നാണോ നീ പറയുന്നത്? അങ്ങനെ ചെയ്തത് കൊണ്ടാണോ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെന്നാണോ പറയുന്നത്? അങ്ങനെ തെളിഞ്ഞാലോ? ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് തെളിയട്ടെ, അത് തെളിഞ്ഞാൽ നീ ഇവിടെ വിട്ടുപോകുമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസ് വിട്ടുപോകാം, അത് തെളിഞ്ഞാൽ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ വീഡിയോ ഇട്ട് കാണിക്കും ഞാൻ തെളിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരോടെ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും അനുമോൾ തള്ളിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിക്കും, അതുറപ്പാണ്. അനുമോൾ തെള്ളിയിട്ടില്ലാന്ന് തെളിഞ്ഞാൽ ആര്യൻ ഈ ബിഗ് ബോസ് ഹൗസ് വിട്ടുപോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആര്യൻ അപ്പോൾ ഇറങ്ങുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരെ നമുക്കതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണും വരേക്കും നന്ദി.